ജീവനക്കാരെ ആക്രമിച്ച പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട വടകര തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക്. കഴിഞ്ഞ ദിവസം കുഞ്ഞിപ്പള്ളിയിൽ വെച്ച ബസ് കണ്ടക്ടറെ ഒരു സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനമേറ്റ കണ്ടക്ടർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് ഈ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അന്നേ ദിവസം മിന്നൽ പണിമുടക്ക് നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും ഉടമകളും മറ്റും സംസാരിച്ച അത് വേണ്ട, ഇത്തരത്തിലൊരു പ്രഖ്യാപിത സമരം നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് സമരം നടത്തിയത്. സമരത്തിന് പിന്നാലെ ജീവനക്കാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിച്ചു. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി വടകര തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലസിത ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള സജാദിനെ ഒരു സുമാർ 7:20 വൈകുന്നേരം കുഞ്ഞിപ്പള്ളിക്ക് സമീപം വെച്ച് വലിയ രീതിയിൽ ജനക്കൂട്ടം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആക്രമിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അന്ന് യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഇന്ന് 14-ാം തീയതി പണിമുടക്കം നടത്തണം റൂട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തലശ്ശേരി വടകര റൂട്ടിൽ പണിമുടക്കം നടക്കുന്നത്. പണിമുടക്കത്തിന് ആധാരമായ വിഷയത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഈ റൂട്ടിൽ മിന്നൽ സമരം സാധ്യമായ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെ തടയുകയും മിന്നൽ സമരം ആവശ്യമില്ല, പ്രഖ്യാപിത സമരം തന്നെ നടത്താം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ യൂണിയൻ മുഴുവനായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ സംയുക്തമായി തീരുമാനിക്കാനുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സമരം. ഇങ്ങനെ ബസ് തൊഴിലാളികളെ ഇങ്ങനെ മർദ്ദനമേറ്റ് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പല സംരക്ഷണങ്ങളും എല്ലാവർക്കും കിട്ടുന്ന ഒരു സാഹചര്യത്തിലും ബസ് തൊഴിലാളിക്ക് യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. പാസ് നൽകിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് വിഷയം ഉണ്ടായത്. പക്ഷേ പാസ് ചോദിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. സാറിനെ കളക്ടർ പ്രഖ്യാപിക്കുന്നൊരു ദിവസം മാത്രമാണ് ഈ പാസിനെ പറ്റി ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇന്ന് ഒരു സൂചനാ പണിമുടക്കാണ്. എന്നിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അനിശ്ചിതകാല സമരം ഈ റൂട്ടിലും താലൂക്കിലും ഉൾപ്പെടെ നടത്താൻ വേണ്ടിയാണ് യൂണിയൻ സംയുക്തമായി തീരുമാനിച്ചിട്ടുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ അത് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. ഈ സമരം തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു സമരമാണ്. കാരണം പോലീസുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ അക്രമങ്ങൾ, അതായത് പ്രൈവറ്റ് ബസ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്തോ ഒരു സ്വതവേ കുറ്റവാളികളാണെന്നുള്ളൊരു മുൻവിധിയോടുകൂടിയുള്ളൊരു സമീപനമാണ് പലപ്പോഴും പലരിൽ നിന്നും, ജനങ്ങളിൽ നിന്നും ചിലപ്പോൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്നു. അവർ ചോദിക്കുന്നതാണ്, ഇങ്ങനെ ആക്രമിച്ചു, ഒരു തൊഴിലാളിയെ ആക്രമിച്ചു കുറേ ആൾ കൂടിയിട്ട് എന്ന് പറയുമ്പോൾ പറയുന്നത് കൈകൊണ്ടടിച്ചല്ലേ. ഇപ്പോൾ കൈകൊണ്ടടിക്കാൻ എന്തോ ഒരു അവകാശം ജനങ്ങൾക്കും അന്യന്മാർക്കും ഈ ബസ് തൊഴിലാളികളെ കൈകൊണ്ടടിക്കാം എന്നുള്ള ഒരു തരത്തിലാണ് ചോദ്യം. അതുപോലെ ഈ പരാതി അയാൾ അവിടെ ചെല്ലട്ടെ, അത് ആശുപത്രി കിടക്കാറ്, ഡിസ്ചാർജ് ആയിട്ടില്ല, അങ്ങനെ പരിക്ക് പറ്റിയ ആ തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്നാണ് ഡിമാൻഡ്. അപ്പോൾ അതിൽ നിന്ന് പോലീസും അക്രമകാരികളും തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ സംജാതം. ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. CM ഹോസ്പിറ്റൽ വടകര.